മന്ത്രിപത്നിയുടെ കാർ പുതുച്ചേരി വഴി, രേഖകളിൽ കൃത്രിമം. രജിസ്ട്രേഷൻ പുതുച്ചേരിയുടെ കടയുടെ വിലാസത്തിൽ. കെ.വി. ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ കാറിന്റെ രജിസ്ട്രേഷൻ പുതുച്ചേരിയിലെ കടയുടെ വിലാസത്തിൽ. മന്ത്രി ഗണേഷ് കുമാറിന്റെ വീട്ടിൽ 1 മാസം മുൻപ് വരെ ഉപയോഗിച്ചിരുന്ന ആഡംബര കാർ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ഘട്ടത്തിൽ ഉടമസ്ഥതാ രേഖയിൽ കൃത്രിമം. മഹാരാഷ്ട്രയിലും പുതുച്ചേരിയിലും രജിസ്റ്റർ ചെയ്ത കേരളത്തിൽ 1 വർഷം ഉപയോഗിച്ച ശേഷമാണ് മിനി കൂപ്പർ കാബ്രിയോ കാർ 2018 ജനുവരി 22-ന് പുനലൂർ RT ഓഫീസിൽ നിന്നും കേരള രജിസ്ട്രേഷൻ എടുത്തത്. പുതുച്ചേരിയിലെ രേഖകളിൽ രണ്ടാമത്തെ ഉടമയായിരുന്ന മന്ത്രിയുടെ ഭാര്യ ബിന്ദു കേരളത്തിലെത്തിയപ്പോൾ ആദ്യത്തെ ഉടമയായി. അന്യ സംസ്ഥാനത്തു നിന്നുള്ള രജിസ്ട്രേഷൻ എന്നതിന് പകരം ടൈപ്പ് ന്യൂ എന്നും പരിവഹൻ വെബ്സൈറ്റിൽ ചേർത്തു. കേരളത്തിലെ സെലിബ്രിറ്റികളുടെ കാറുകളുടെ പുതുച്ചേരി രജിസ്ട്രേഷൻ വിവാദമായ സമയത്തായിരുന്നു ഈ മാറ്റം. 2012 നിർമ്മിച്ച് ഇറക്കുമതി ചെയ്ത കാർ 2013 ജൂൺ 12-നാണ് നാഗ്പൂർ റൂറലിൽ MH40 AC 6666 എന്ന നമ്പറിൽ അവിടുത്തെ ഒരു വാഹന ഡീലർ ആദ്യ ഉടമയായി രജിസ്റ്റർ ചെയ്തത്. 2017 പുതുച്ചേരിയിലെ കാർ പാലസ് നമ്പർ 225 ഷോപ്പ് നമ്പർ 1 സുബ്ബരായപിള്ള സ്ട്രീറ്റ് എന്ന വിലാസത്തിൽ മന്ത്രിയുടെ ഭാര്യയുടെ പേരിലേക്ക് PYCQ 0012 എന്ന നമ്പറിൽ ഉടമസ്ഥാവകാശം മാറ്റി. വാഹനത്തിന്റെ ആദ്യ ഉടമ എന്ന നിലയ്ക്കാണ് ഓണർഷിപ്പ് സീരിയൽ നമ്പർ 1 എന്ന് രേഖപ്പെടുത്തിയതെന്ന മറുപടിയാണ് ഗതാഗത കമ്മീഷണറേറ്റിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചത്. മന്ത്രിയുടെ വിശദീകരണം തേടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം ഫോൺ എടുത്തില്ലെന്നാണ് വിവരം. കഴിഞ്ഞ മാസം ഈ കാർ വിൽപ്പന നടത്തിയതായി വിവരമുണ്ടെങ്കിലും സ്ഥിരീകരണമില്ല.